ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കരകൗശലമേളയായ സർഗാലയ അന്താരാഷ്ട്ര കരകൗശലമേളയ്ക്ക് ഇരിങ്ങൽ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ഡിസംബർ 23-ന് തുടക്കമാവുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 300ഓളം കരകൗശല വിദഗ്ധർ പങ്കെടുക്കുന്ന ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം 25-ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഇരിങ്ങൽ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ 13ാമത് അന്താരാഷ്ട്ര കരകൗശലമേളയ്ക്ക് ഡിസംബർ 23-ന് തുടക്കം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കരകൗശലമേളയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ 2 ലക്ഷത്തിലധികം സന്ദർശകർ എത്തിച്ചേരും. 20 ദിവസം നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം 25-ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മേളയിൽ ബെലാറസ്, ഈജിപ്ത്, ഇറാൻ, ഇസ്രയേൽ, ജോർദാൻ, കസാക്കിസ്ഥാൻ, നേപ്പാൾ, റഷ്യ തുടങ്ങി 15 രാജ്യങ്ങളിൽ നിന്നും കൂടാതെ ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിൽ നിന്നും 300ഓളം കരകൗശല വിദഗ്ധർ പങ്കെടുക്കും. കൂടാതെ മേളയോടനുബന്ധിച്ച് 100-ൽ പരം കരകൗശല സ്റ്റാളുകൾ, വൈവിധ്യമേറിയ പരിപാടികൾ, ഹാൻഡ്ലൂം തീം പവലിയൻ, ഫാഷൻ ഷോ മത്സരം, കേരളീയ ഭക്ഷ്യമേള, ഫ്ലവർ ഷോ, ടൂറിസം എക്സ്പോ, പ്രമുഖർ പങ്കെടുക്കുന്ന ടൂറിസം ടോക്ക് ഷോ തുടങ്ങി നിരവധി വിനോദോപാധികൾ സംഘടിപ്പിക്കും. അന്താരാഷ്ട്ര കരകൗശല മേളയുടെ 13ാമത് പതിപ്പ് ഡിസംബർ 23 മുതൽ ജനുവരി 11 വരെയുള്ള 20 ദിവസങ്ങളിലായിട്ട് സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഇരിങ്ങലിൽ സംഘടിപ്പിക്കുകയാണ്. ഈ വർഷം നമ്മുടെ ചില പുതുമകളൊക്കെ ആയിട്ടാണ് ഈ മേള സംഘടിപ്പിക്കുന്നത്. പുതുതായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഫ്ലവർ ഷോ മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഒരു ഹാൻഡ്ലൂമിൻ്റെ തീം പവലിയൻ സംഘടിപ്പിക്കുന്നുണ്ട്, തീം എറീന. കൂടാതെ നമ്മൾ ഒരു ഹാൻഡ്ലൂം ഫാഷൻ ഷോ കോൺടെക്സ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്കായിട്ടും വിവിധ സ്ഥാപനങ്ങൾക്കായിട്ടും സംഘടിപ്പിക്കുന്ന ഇവൻറ്റുകളുണ്ട്. കൂടാതെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് 15ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധർ മേളക്കായിട്ട് എത്തുന്നുണ്ട്. പുതുതായിട്ട് നമ്മൾ തായ്വാൻ, ഇസ്രായേൽ തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ നിന്നും കലാകാരന്മാർ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. മേളയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള സർക്കാർ പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവറുകൾ 25-ാം തീയതി ക്രിസ്മസ് ഈവിന് വൈകുന്നേരം 6 മണിക്ക് നടത്തുന്നതാണ്. ഈ പ്രസ്തുത ചടങ്ങിൽ ബഹുമാനപ്പെട്ട വടകര MP ഷാഫി പറമ്പിൽ സാറും പങ്കെടുക്കുന്നുണ്ട്. ഈ മേളയുടെ ഭാഗമായി നബാർഡ് അവരുടെ പവലിയൻ ഒരുക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള വിവിധ വിനോദോപാധികളും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. വളരെയേറെ പ്രയാസമുള്ള ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് വലിയ ശമനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു പ്രയോജനം ഈ തവണത്തെ മേളയിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുൻകാലങ്ങളിൽ ഏകദേശം 5 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേളയ്ക്കുണ്ടായിരുന്ന ജനപങ്കാളിത്തം വീണ്ടും നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ സർഗാലയയുടെ അകത്ത് ആഗോളതലത്തിലേക്ക് സർഗാലയ ഉയർത്തുന്നതിന് വേണ്ടി നടത്തുന്ന മാസ്റ്റർ പ്ലാൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു വികസന പദ്ധതി നടപ്പിലാക്കി വരുന്നതുകൊണ്ടുള്ള ചെറിയ അകത്ത് ചില അസൗകര്യങ്ങളെ കൂടെ പരിഹരിക്കാൻ വേണ്ടി ഉള്ള സംവിധാനങ്ങൾ പാർക്കിങ്ങിനൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊക്കെ യഥാരീതിയിൽ നടപ്പിലാകുന്നതോടെ ഈ വർഷം ഒരു 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ ആളുകളെ ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പ്, നബാർഡ്, ഭാരത സർക്കാർ വസ്ത്രമന്ത്രാലയത്തിന് കീഴിലുള്ള ഡെവലപ്മെന്റ് കമ്മീഷൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.